ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് മൈ ഡ്രീം വെഡ്ഡിങ്. ഡ്രീം എന്ന് വെച്ചാൽ സ്വപ്നം, വെഡ്ഡിങ് എന്ന് വെച്ചാൽ എന്താ, വിവാഹം. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, ഞാൻ നിരവധി സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ. നിരവധി, നിരവധി എന്ന് വെച്ചാൽ മെനി. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഡ്രീംസ്. ഒരു പെൺകുട്ടിയാണ്, എ ഗേൾ. അപ്പം ഞാൻ നിരവധി സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ ആം എ, ഒരു പെൺകുട്ടി. അപ്പോൾ എ ഗേൾ, ഐ ആം എ ഗേൾ വിത്ത് മെനി ഡ്രീംസ്. ഡ്രീംസ് എന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ. അപ്പോൾ എന്താ, മെനി എന്ന് വെച്ചാൽ നിരവധി. ഐ ആം എ ഗേൾ വിത്ത് മെനി ഡ്രീംസ്. സെക്കൻഡ് പോയിന്റ്, ഞാൻ എപ്പോഴും എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ. എപ്പോഴും, ഓൾവേസ്. എൻ്റെ, മൈ. ഭാവി എന്ന് വെച്ചാൽ ഫ്യൂച്ചർ. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, തിങ്ക്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഐ വിൽ ഓൾവേസ്. ഓൾവേസ് എന്ന് വെച്ചാൽ എപ്പോഴും. ഐ വിൽ ഓൾവേസ് തിങ്ക് എന്ന് വെച്ചാൽ എന്താ, ചിന്തിക്കുക. ഐ വിൽ ഓൾവേസ് തിങ്ക് എബൌട്ട് മൈ, എന്തിനെ പറ്റിയാ, ഭാവിയെ പറ്റി. ഇപ്പോൾ ഫ്യൂച്ചർ, എബൌട്ട് മൈ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത് ഇവിടെ, ഐ വിൽ ഓൾവേസ് തിങ്ക് എബൌട്ട് മൈ ഫ്യൂച്ചർ. ഞാൻ എപ്പോഴും എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. ഐ വിൽ ഓൾവേസ് തിങ്ക് എബൌട്ട് മൈ ഫ്യൂച്ചർ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമുക്ക് തേർഡ് പോയിന്റ് പഠിക്കാം. തേർഡ് പോയിന്റ്, ഒരു രാത്രി ഞാൻ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. അപ്പം ഒരു രാത്രി, വൺ നൈറ്റ്. ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ. ഒരു മനോഹരമായ സ്വപ്നം, എ ബ്യൂട്ടിഫുൾ ഡ്രീം. അപ്പോൾ ഒരു മനോഹരമായ എന്ന് പറഞ്ഞാൽ എന്താ, എ ബ്യൂട്ടിഫുൾ. സ്വപ്നം എന്ന് വെച്ചാൽ ഡ്രീം. അപ്പം ഒരു മനോഹരമായ സ്വപ്നം, എ ബ്യൂട്ടിഫുൾ ഡ്രീം നമുക്ക് പറയാം. അപ്പോൾ കണ്ടുവിൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സാ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു രാത്രി ഞാൻ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. അപ്പം എങ്ങനെയാ, വൺ നൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു രാത്രി. വൺ നൈറ്റ് ഐ സാ എന്ന് വെച്ചാൽ എന്താ, കണ്ടു. വൺ നൈറ്റ് ഐ സാ എ ബ്യൂട്ടിഫുൾ, മനോഹരമായ, ബ്യൂട്ടിഫുൾ ഡ്രീം എന്ന് വെച്ചാൽ സ്വപ്നം. അപ്പോൾ എന്താ, വൺ നൈറ്റ് ഐ സാ എ ബ്യൂട്ടിഫുൾ ഡ്രീം. ഒരു രാത്രി ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു. വൺ നൈറ്റ് ഐ സാ എ ബ്യൂട്ടിഫുൾ ഡ്രീം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ്, അത് എൻ്റെ വിവാഹ ദിനം ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, എൻ്റെ വിവാഹ ദിനം, മൈ. എൻ്റെ എന്ന് വെച്ചാൽ മൈ, വിവാഹ ദിനം, വെഡ്ഡിങ് ഡേ. അപ്പം അതെൻ്റെ വിവാഹ ദിനമായിരുന്നു. അപ്പം നമുക്ക് എഴുതാം, ഇറ്റ് വാസ് മൈ എന്ന് വെച്ചാൽ എന്താ, എൻ്റെ. ഇറ്റ് വാസ് മൈ വെഡ്ഡിങ് ഡേ, വിവാഹ ദിനം. ഇറ്റ് വാസ് മൈ വെഡ്ഡിങ് ഡേ. അപ്പം നമ്മളിവിടെ എന്താ വാസ് യൂസ് ചെയ്തത്, കാര്യം ആയിരുന്നു, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ വിവാഹദിനം ആയിരുന്നു. അപ്പം നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. ഇറ്റ് വാസ് മൈ വെഡ്ഡിങ് ഡേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഹോൾ ലൈറ്റുകളും പൂക്കളും കൊണ്ട് പ്രകാശിച്ചിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം, പൂക്കൾ എന്ന് വെച്ചാൽ എന്താ, ഫ്ലവേഴ്സ്. പ്രകാശിക്കുക, ഷൈനിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദ ഹോൾ വാസ് ഷൈനിങ് എന്ന് വെച്ചാൽ എന്താ, പ്രകാശിക്കുക, വിത്ത് ലൈറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ പൂക്കൾ. അപ്പം ഹാൾ ലൈറ്റുകളും പൂക്കളും കൊണ്ട് പ്രകാശിച്ചിരുന്നു. ദ ഹോൾ വാസ് ഷൈനിങ് വിത്ത് ലൈറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊരു കഴിഞ്ഞുപോയ കാര്യമാണ് പറയുന്നത്. പ്രകാശിച്ചിരുന്നു, അപ്പോൾ കഴിഞ്ഞുപോയ കാര്യമാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ അമ്മ സന്തോഷത്തിൻ്റെ കണ്ണീരോടെ ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എന്താ, മൈ മദർ. അമ്മ എന്ന് പറഞ്ഞാൽ മദർ. സന്തോഷം എന്ന് വെച്ചാൽ എന്താ, ഹാപ്പി. കണ്ണീർ എന്ന് പറഞ്ഞാൽ ടിയേഴ്സ്, കണ്ണീർ. ചിരിക്കുക എന്ന് വെച്ചാൽ സ്മൈൽ. അപ്പോൾ എൻ്റെ അമ്മ സന്തോഷത്തിൻ്റെ കണ്ണീരോടെ ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ
മദർ. മൈ മദർ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ അമ്മ. മൈ മദർ ഈസ് സ്മൈലിംഗ്. സ്മൈലിംഗ് എന്ന് വെച്ചാൽ എന്താ? സ്മൈൽ എന്ന് വെച്ചാൽ എന്താ? ചിരിക്കുക. മൈ മദർ ഈസ് സ്മൈലിംഗ് വിത്ത് കണ്ണീരോടെ, സന്തോഷത്തിൻ്റെ കണ്ണീർ. അപ്പോൾ വിത്ത് ടിയേഴ്സ്. ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണീർ. വിത്ത് ടിയേഴ്സ് ഓഫ് ജോയ്. അപ്പം മൈ മദർ ഈസ് സ്മൈലിംഗ് വിത്ത് ടിയേഴ്സ് ഓഫ് ജോയ്. എൻ്റെ അമ്മ സന്തോഷത്തിൻ്റെ കണ്ണീരോടെ ചിരിക്കുന്നു. അപ്പോൾ സ്മൈൽ എന്ന് വെച്ചാൽ എന്താ? ചിരിക്കുക. ടിയേഴ്സ് കണ്ണുനീർ. ഓഫ് ജോയ് അപ്പോൾ സന്തോഷത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അടുത്ത നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ അച്ഛൻ മൈ ഫാദർ അഭിമാനത്തോടെ. അഭിമാനം എന്ന് വെച്ചാൽ എന്താ? പ്രൗഡ്. എന്നെ നോക്കുകയായിരുന്നു. നോക്കുക എന്ന് വെച്ചാൽ ലുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ അച്ഛൻ അഭിമാനത്തോടെ എന്നെ നോക്കുകയായിരുന്നു. മൈ ഫാദർ, എൻ്റെ അച്ഛൻ മൈ ഫാദർ വാസ് ലുക്കിംഗ്. ലുക്ക് എന്ന് വെച്ചാൽ എന്താ? നോക്കുക. ലുക്കിംഗ് ആറ്റ് മീ പ്രൗഡ്ലി. പ്രൗഡ്ലി എന്ന് വെച്ചാൽ അഭിമാനത്തോടെ. മൈ ഫാദർ വാസ് ലുക്കിംഗ് അറ്റ് മീ പ്രൗഡ്ലി. എൻ്റെ അച്ഛൻ അഭിമാനത്തോടെ എന്നെ നോക്കുകയായിരുന്നു. ഇതും ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യമാണ്. അവിടെ കഴിഞ്ഞുപോയ കാര്യമാണെങ്കിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം പണ്ടത്തെ കാര്യമാണ് പറയണേ. പക്ഷേ നോക്കുകയായിരുന്നു. അപ്പോൾ പഴയ കാര്യത്തിൽ തന്നെ അവിടെ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഞാൻ മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ ഐ, മനോഹരമായ ബ്യൂട്ടിഫുൾ. വസ്ത്രത്തിന് നമുക്ക് ഡ്രസ്സ് എന്ന് പറയാം. ധരിച്ചിരിക്കുകയാണ്. ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിയർ. അപ്പം ഞാൻ മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ആം വിയറിങ്. ധരിക്കുക എന്ന് വെച്ചാൽ എന്താ? വിയർ. ധരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് വിയർ. അപ്പം ഐ ആം വിയറിങ് എങ്ങനത്തെയാ? ബ്യൂട്ടിഫുൾ ഡ്രസ്. മനോഹരമായ വസ്ത്രം. ഐ ആം വിയറിങ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഞാൻ മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവരും സന്തോഷത്തോടെ എന്നെ നോക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇത് പറയാം? എല്ലാവരും എന്ന് വെച്ചാൽ എന്താ? എവ്രി വൺ. സന്തോഷം എന്ന് വെച്ചാൽ ഹാപ്പി. നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാച്ചിങ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? നോക്കുക, വാച്ച്. അപ്പം ING ചേർത്ത് പറയുമ്പോൾ വാച്ചിങ് നൗ. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. എല്ലാവരും സന്തോഷത്തോടെ എന്നെ നോക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും എന്ന് വെച്ചാൽ എന്താ? എവ്രി വൺ വാസ് വാച്ചിങ്. വാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക അല്ലെങ്കിൽ കാണുക. എവ്രി വൺ വാസ് വാച്ചിങ്. എന്താ വാച്ച് ചെയ്യണേ? വാച്ചിങ് മീ. എവ്രി വൺ വാസ് വാച്ചിങ് മീ ഹാപ്പിലി എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം. ഇത് ഹാപ്പിലി, സന്തോഷത്തോടെ. എവ്രി വൺ വാസ് വാച്ചിങ് മീ ഹാപ്പിലി. എല്ലാവരും സന്തോഷത്തോടെ എന്നെ നോക്കുകയായിരുന്നു. എവ്രി വൺ വാസ് വാച്ചിങ് മീ ഹാപ്പിലി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പിന്നീട് ഞാൻ അവനെ വേദിയുടെ അടുത്ത് കണ്ടു. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? പിന്നീട് എന്ന് വെച്ചാൽ ദെൻ. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. അവനെ വേദി എന്ന് വെച്ചാൽ സ്റ്റേജ്. അടുത്തെന്ന് പറയുമ്പോൾ എന്താ? വേദിയുടെ അടുത്ത്, നിയർ. കണ്ടു എന്ന് വെച്ചാൽ എന്താ? കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അപ്പോൾ പിന്നീട് ഞാൻ അവനെ വേദിയുടെ അടുത്ത് വെച്ച് കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. then I saw him. അപ്പോൾ കാണുക, കണ്ടു. അപ്പോൾ അപ്പോൾ ആരെ കണ്ടത്? അവനെ. അപ്പം നമ്മളിവിടെ ഹിം യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. then I saw him. എവിടെയാണ് കണ്ടത്? വേദിയുടെ അടുത്ത്, സ്റ്റേജിൻ്റെ അടുത്താണ് കണ്ടത്. അപ്പോൾ then I saw him നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തെന്ന് വെച്ചാൽ എന്താ? നിയർ ദ സ്റ്റേജ്.
അപ്പോൾ ദെൻ ഐ സോ ഹിം നിയർ ദ സ്റ്റേജ്. പിന്നീട് ഞാൻ അവനെ വേദിയുടെ അടുത്ത് കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ 10th പോയിന്റ്. 11th പോയിന്റ് എന്താ? അവൻ ചിരിക്കുന്നു. അവൻ എന്ന് വെച്ചാൽ ഹി, ചിരിക്കുക, സ്മൈൽ. അപ്പം ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? അവൻ എന്ന് വെച്ചാൽ എന്താ? ഹി, ചിരിക്കുക, സ്മൈൽ. അപ്പം ഹി ഈസ് സ്മൈലിങ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ ഈസ് പ്ലസ് ING ഫോമാണ് വന്നേക്കുന്നത്. സ്മൈലിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. അപ്പം അവൻ ചിരിക്കുന്നു, ഹി ഈസ് സ്മൈലിങ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ പെതിയെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. നമുക്കിതെങ്ങനെ പറയാം? ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി. പെതിയെ, സ്ലോലി. ഒരുമിച്ചെന്ന് വെച്ചാൽ ടുഗദർ. നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്. അപ്പം ഞങ്ങൾ പെതിയെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. നമുക്കിതെങ്ങനെ എഴുതാം? വി, ഞങ്ങൾ. വി വേർ. നടക്കുക എന്ന് വെച്ചാൽ വാക്ക്. നമ്മളിവിടെ വാക്കിംഗ് എന്നാണ് എഴുതുന്നത്. വി വേർ വാക്കിംഗ്. എന്താ എഴുതുന്നത്? ടുഗദർ, ഒരുമിച്ച്. നമ്മൾ ഒരുമിച്ചായിരുന്നു നടക്കുന്നത്. വി വേർ വാക്കിംഗ് ടുഗദർ. പെതിയെ, സ്ലോലി. വി വേർ വാക്കിംഗ് ടുഗദർ സ്ലോലി. ഞങ്ങൾ പെതിയെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. അപ്പം ഇതും പഴയൊരു കാര്യമാണ്, പക്ഷെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ. അപ്പം ഞങ്ങൾ വി വേർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം, വാക്കിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ വി വേർ വാക്കിംഗ് ടുഗദർ സ്ലോലി. ഞങ്ങൾ പെതിയെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആളുകൾ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ എന്ന് വെച്ചാൽ പീപ്പിൾ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അസ്. സമ്മാനങ്ങൾ, ഗിഫ്റ്റ്സ്. നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? ഗീവ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതാൻ നോക്കാം. ആളുകൾ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. പീപ്പിൾ give us gifts. സമ്മാനങ്ങൾ, ഗിഫ്റ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. വളരെ, വെരി. സന്തോഷം, ഹാപ്പി. ഇപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഐ ഫീൽ. തോന്നുക, ഫീൽ. ഐ ഫീൽ വെരി ഹാപ്പി. ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷം. ഐ ഫീൽ വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ ഒരുമിച്ച് സന്തോഷകരമായ ജീവിതം നിർമ്മിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി. ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ടുഗദർ. സന്തോഷം, ഹാപ്പി. ജീവിതം എന്ന് വെച്ചാൽ എന്താ? ലൈഫ്. നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ ബിൽഡ്. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായ ജീവിതം നിർമ്മിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? വി വിൽ. ഇവിടെ വില്ല് വന്ന ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ്. നിർമ്മിക്കും, പിന്നീടുള്ള കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട്. വി വിൽ ബിൽഡ് എങ്ങനത്തെ? സന്തോഷകരമായ, ഹാപ്പി. വി വിൽ ബിൽഡ് എ ഹാപ്പി ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം. ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച്. അപ്പോൾ വി വിൽ ബിൽഡ് എ ഹാപ്പി ലൈഫ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷകരമായ ജീവിതം നിർമ്മിക്കും. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൻ എല്ലാ സാഹചര്യങ്ങളിലും എന്നെ പിന്തുണയ്ക്കും. അപ്പം നമുക്കിതെങ്ങനെ എഴുതാം നോക്കാം. ഹി വിൽ സപ്പോർട്ട് മീ ഇൻ എവറി സിറ്റുവേഷൻ. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ ഹി വിൽ സപ്പോർട്ട്. വില്ല് വന്നത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വില്ല് നമ്മൾ യൂസ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പിന്തുണയ്ക്കുക. ഇൻ എവറി സിറ്റുവേഷൻ, എല്ലാ സാഹചര്യങ്ങളിലും. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. സ്നേഹം, ലവ്. വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താ? ബിലീവ്. ഐ ബിലീവ് ഇൻ ലവ്. ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽറ്റു. പെട്ടെന്ന് വെച്ചാൽ എന്താ? സഡൻലി.
സ്വപ്നം എന്ന് വെച്ചാൽ ഡ്രീം. എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ എന്താ? വേക്കപ്പ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? സഡൻലി, പെട്ടെന്ന് ഞാൻ ഐ വോക്ക് അപ്പ്. എഴുന്നേൽറ്റു ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. എഴുന്നേൽറ്റ് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വേക്കിനെ മാറ്റി വോക്കാക്കി. ഐ വോക്ക് അപ്പ് ഫ്രം സ്വപ്നത്തിൽ നിന്ന്. ഫ്രം ദ ഡ്രീം സ്വപ്നം. സഡൻലി ഐ വോക്ക് അപ്പ് ഫ്രം ദ ഡ്രീം. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽറ്റു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അത് ഓർക്കുമ്പോൾ ഞാൻ ഇന്നും ചിരിക്കുന്നു. അപ്പം അത് ഓർക്കുമ്പോൾ, ഓർക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റിമെമ്പർ. ഇന്നും എന്ന് വെച്ചാൽ സ്റ്റിൽ. ചിരിക്കുക ലോഫ് അല്ലെങ്കിൽ സ്മൈൽ. നമുക്കിത് എങ്ങനെ എഴുതി? ഐ ആം സ്റ്റിൽ സ്മൈലിംഗ് വെൻ ഐ റിമെമ്പർ ഇറ്റ്. അപ്പം ഐ ആം സ്റ്റിൽ സ്മൈലിംഗ് വെൻ ഐ റിമെമ്പർ ഇറ്റ്. അത് ഓർക്കുമ്പോൾ ഞാൻ ഇന്നും ചിരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഒരു ദിവസം എൻ്റെ സ്വപ്നം സഫലമാകും. നമുക്കിത് എങ്ങനെ പറയാം? ഒരു ദിവസം, വൺ ഡേ, എൻ്റെ സ്വപ്നം, എൻ്റെ എന്ന് വെച്ചാൽ മൈ, സ്വപ്നം ഡ്രീം, സഫലമാകും. എൻ്റെ സ്വപ്നം സഫലമാകും. മൈ ഡ്രീം വിൽ കം ട്രൂ. നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. വൺ ഡേ, ഒരു ദിവസം, മൈ ഡ്രീം, എൻ്റെ സ്വപ്നം, മൈ ഡ്രീം വിൽ. ഇവിടെ എന്താ വിൽ യൂസ് ചെയ്ത കാര്യം? ഇതൊരു പിന്നീടുള്ള കാര്യമാണ് പറയണത്. എൻ്റെ സ്വപ്നം സഫലമാകും, പിന്നീടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ വില്ല് യൂസ് ചെയ്യുന്നത് നമ്മൾ. വൺ ഡേ മൈ ഡ്രീം വിൽ കം ട്രൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയേ? വൺ ഡേ മൈ ഡ്രീം വിൽ കം ട്രൂ. ഒരു ദിവസം എൻ്റെ സ്വപ്നം സഫലമാകും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.